ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു മീൻ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം മീൻ കായം തേക്കുന്നതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് സുർക്ക, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും ആ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സബോള അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി വെളിച്ചെണ്ണയുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് സബോള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 3/4 കിലോ സബോളയാണ് എടുത്തിട്ടുള്ളത്, 1.5 കിലോ അരി. അപ്പോൾ സബോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായി വഴറ്റിയ ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ എടുത്തിട്ടുള്ളത് സ്റ്റാൻഡ് വെച്ചിട്ടല്ല, അതാണ് ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. മോളുടെ വീട്ടിൽ പോയപ്പോൾ വീഡിയോ ചെയ്തതാണ്. അവിടുന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബോള നന്നായി വഴന്നിട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഒരു 1/2 കിലോ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് സമയം മൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തക്കാളിയും വഴന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം അതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി മന്തിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പട്ടട ഇല അതും ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇപ്പോൾ ബിരിയാണിക്കുള്ള തക്കാളിയും സബോളയും എല്ലാതും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒക്കെ അതിൽ പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം മല്ലിച്ചപ്പ്, പുതിനയിലാണ് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ശേഷം നന്നായി വഴന്ന ശേഷം അതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ശേഷം അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. മീൻ ഉടയാത്ത തരത്തിൽ വേണം വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ചിക്കന് പോലെ നന്നായിട്ട് ഇളക്കാൻ പറ്റില്ല. ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ നന്നായി പൊട്ടി അതിൽ ചേർന്ന് പോവുള്ളൂ. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം, തീ കുറച്ചിട്ട്. ഇനി ചോറിനുള്ള വെള്ളമാണ്. വെള്ളമൊക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ വെച്ച ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബദാമാണ് പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന ശേഷം അതിലേക്ക് കറുത്ത മുന്തിരിയാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി മൂത്ത ശേഷം അതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇറക്കി മാറ്റി വെക്കാം. അപ്പോൾ ചോറൊക്കെ വേവിക്കാൻ വെച്ചിട്ടുള്ളത് 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഊറ്റി വെക്കാം. അപ്പോൾ എല്ലാതും ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല 2 പാത്രത്തിലാക്കിയിട്ടാണ് ചോറ് ദമ്മിടാൻ വെക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വേറെ പാത്രത്തിൽ വെച്ച് പകുതി മാറ്റി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ്.
അപ്പോൾ അങ്ങനെ 2 പാത്രത്തിലുമായിട്ടാണ് ദമ്മിടാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞത്. കുറച്ച് പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വറുത്ത് വെച്ച ബദാമും ഉള്ളിയും മുന്തിരിയും ഒക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ. അപ്പോൾ അതിൽ ഈ നെയ്യ് ഒഴിച്ച് കൊടുത്ത് മറ്റേ പാത്രത്തിലും അതുപോലെ തന്നെ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയ്യ് ബദാമും ഉള്ളിയും ഒക്കെ മൂപ്പിച്ചെടുത്ത നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം നന്നായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ടാണ്. മീൻ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. പപ്പായും മാങ്ങയും കൂടെ അച്ചാറിട്ടതാണ്, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പിന്നീട് കാണിക്കാം. അപ്പോൾ ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് മീനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സായി എടുക്കാൻ പറ്റില്ല, മീൻ ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മീനൊക്കെ അതിൽ നിന്ന് മാറ്റി വെച്ച ശേഷമാണ് ചോറ് അതിലേക്ക് തന്നെ ചിരിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ മസാലയുടെ കൂടെ ഒരു പാത്രത്തിലത്തെ ചോറ് എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് വിളമ്പി മേശയുടെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട് കഴിക്കാൻ. അതിൻ്റെ കൂടെ അച്ചാറും 2 തരം കച്ചമ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കാണുക വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം.